بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. وكل خير في اتباع من سلف وكل شر في اتباع من خلف. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, നാം ഉദ്ദേശിച്ചതുപോലെ അതിവിശാലമായ ഒരു മൈതാനിയിൽ ഈ സമ്മേളനം വെക്കാൻ ചെറിയ മഴ കാരണം തടസ്സമായി. അല്ലാഹുവിന്റെ ഖളാഇൽ എല്ലാവരും പൊരുത്തപ്പെടുക. ഈ സമ്മേളനം ഇപ്പോൾ പല സ്ഥലത്തും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പുതിയ ചില അപശബ്ദങ്ങൾക്ക് മറുപടി പറയാനോ അത് വരച്ചു കാട്ടാനോ മാത്രം സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനം അല്ല. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ പ്രഗൽഭരായ മുൻഗാമികൾ, പണ്ഡിതർ ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വന്ന അതിമഹത്തായ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിന്നും വഴുതിപ്പോകുന്ന ജനങ്ങളെ യഥാർത്ഥ പാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതിൽ ഉറപ്പിച്ചു നിർത്താനും വേണ്ടി നമ്മുടെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ള സമ്മേളനം ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ
വലിയ വലിയ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് വളർന്നു വന്നത്. വളരെ പ്രതിസന്ധികൾ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തുന്നതിന് ഉണ്ടായിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം, ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസവും കർമ്മപദ്ധതികളും ഇവിടെ നിലനിർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് ശക്തമായ എതിർപ്പുകളും വളരെ ശക്തമായ എതിർചേരിയുടെ പോരാട്ടവും നടന്നിട്ടുണ്ട്. ആരോപണങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വരെ കപടവിശ്വാസികൾ ആരോപണം പറഞ്ഞിട്ടുണ്ട്. ധാരാളമുണ്ട്. ഒന്ന് മാത്രം ഞാൻ പറയട്ടെ. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, റജുലുൻ മംബൂദുൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് എറിയപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യനെ സംബന്ധിച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഒരു വ്യക്തി, അദ്ദേഹം നേരത്തെ ക്രിസ്ത്യാനിയായി, പിന്നീട് അവൻ ബാഹ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് ആ ഇസ്ലാമിനെ അവൻ ഒഴിവാക്കി. ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ശരിയായ സഹാബി ആയിരുന്നില്ല. അവൻ കപടവിശ്വാസിയായി നടന്നവനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെടുന്ന വഹ്യുകൾ എഴുതി വെക്കാൻ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ നബി തങ്ങൾക്ക് വന്ന വഹ്യുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുന്ന വഹ്യുകൾ എഴുതി വെച്ച ആളിൽപ്പെട്ടവർ ആണ്. അങ്ങനെ പ്രഗൽഭരായ സ്വഹാബികൾ ആണ് ആ വഹ്യുകൾ എഴുതി വെച്ചത്. ആ കൂട്ടത്തിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ വേറെ ചില കാര്യങ്ങൾ എഴുതാൻ ഈ മുനാഫിക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിരുന്നു. വഹി എഴുതി വെക്കാൻ അല്ല, അവിടെ നടന്ന ചില സംഭവങ്ങളും ചില വിഷയങ്ങളും കേസ് വിചാരണകളും ഇതൊക്കെ ചെറിയ നിലയിൽ എഴുതി വെക്കാൻ ഏതാനും ദിവസം ഈ കപട മനുഷ്യനെ നിശ്ചയിച്ചിരുന്നു. അല്പദിവസം കഴിഞ്ഞപ്പോഴാണ് അവന്റെ കാപട്യം വെളിവാക്കി അവൻ കുഫ്രിയത്തിലേക്ക് തന്നെ പോയി. പിന്നീട് അവന്റെ സ്ഥിതി എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരോപണം പറയലാണ്. ഈ ആരോപണത്തിൽ പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നറിയുമോ? ലം യഖുൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മാ കതബതു, ഞാൻ എഴുതിയുണ്ടാക്കിയതല്ലാതെ ഒന്നും മുഹമ്മദ് പറഞ്ഞിട്ടില്ല.
ഞാൻ എഴുതി കൊടുത്തത് പറയുന്ന ഒരാളാണ് മുഹമ്മദ് എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവൻ കപടവിശ്വാസിയും ഇസ്ലാമിന്റെ ശത്രുവും ആണ്, അവനെ ഈ ഭൂമി സ്വീകരിക്കുന്നതല്ല. അങ്ങനെ അവൻ മരണപ്പെട്ടതിന് ശേഷം കുടുംബക്കാർ കുഴിച്ചിട്ടു. രാത്രിയായി, നേരം വെളുക്കുമ്പോഴേക്ക് അവന്റെ ശവം ഭൂമിയുടെ പുറത്ത്. പിന്നീട് രണ്ടാമത്തെ ദിവസം അതിനേക്കാൾ ആഴമുള്ള കുഴിയുണ്ടാക്കി അതിൽ കുഴിച്ചിട്ടു. അന്നും കുഴിച്ചിട്ട് അവരിങ്ങോട്ട് മടങ്ങുമ്പോഴേക്ക് ഈ ശവം പുറത്തു വന്നുപോയി. മൂന്നാമത്തെ ദിവസം അവർ പറയുന്നു, ഇതൊക്കെ മുഹമ്മദിന്റെ അനുയായികൾ കുഴിച്ച് എടുത്തു പുറത്തിട്ടതാണ്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അവർക്ക് കുഴിക്കാൻ കഴിയാത്ത അത്രയും ആഴം ഉണ്ടാക്കി, വലിയ ആഴത്തിലുള്ള കുഴിയുണ്ടാക്കി ആ കുഴിയിൽ അവനെ കുഴിച്ചിടണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ രാത്രിയിൽ കാവൽ നിൽക്കുകയാണ്. കാവൽ നിൽക്കുന്ന സമയത്ത് അതാ ശവം പൊന്തിപ്പോകുന്നു, ഭൂമിയുടെ പുറത്തുപോയി. ഭൂമി സ്വീകരിച്ചില്ല. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, ഇത് മുഹമ്മദും പാർട്ടിയും ഉണ്ടാക്കിയതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ചെയ്തതല്ല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ എന്താണ് ചെയ്തത്? അവന്റെ ശവം ഇവിടുന്ന് ഇല്ലാതെയാവാൻ അവർ എന്തൊക്കെയോ ചെയ്തു നോക്കി. അവസാനം ചുട്ട് കരിച്ചിട്ട് അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇവൻ പറഞ്ഞത് എന്താണ്? ഞാനാണ് മുഹമ്മദിന് ഖുർആൻ എഴുതി കൊടുത്തത്. അതായത് ഞാൻ എഴുതി കൊടുത്ത ഖുർആനാണ് മുഹമ്മദ് പറയുന്നത്, ഞാൻ എഴുതി കൊടുത്ത വാക്കാണ് മുഹമ്മദ് പറയുന്നത്. അതിന്റെ പാരമ്പര്യക്കാർ ഇവിടെ അല്ലാണ്ടിരിക്കൂലല്ലോ. അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. അങ്ങനെ അന്ന് മുതൽ തുടങ്ങി. പിന്നെയോ മഹാന്മാരായ സ്വഹാബത്തിനെതിരിൽ ശക്തമായ കപട്യന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്നു. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. 4 ഖുലഫാഇനെതിരിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നത് അന്നത്തെ മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ ആയിരുന്നു. അവർ പരാജയപ്പെട്ടു. ഇസ്ലാമിങ്ങനെ അൽ ഇസ്ലാമു യഅലു, ഇസ്ലാം മേലോട്ട് മേലോട്ട് വരുന്നു, അത് പ്രത്യക്ഷമായി വരുന്നു. ഇവർക്ക് നിരാശയായി. എന്നിട്ട് അവർ നിർത്തിയോ? നിർത്തുന്ന പണിയില്ല. മുനാഫിക്കീങ്ങൾ അവരുടെ പണി തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെ അഇമ്മത്ത് അർബഅത്ത്, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ലോകപ്രസിദ്ധമായ ആഗോള പ്രശസ്തരായ അഇമ്മത്ത്. അതിലൊന്നാമത്തെ ഇമാം ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആരാണ് അദ്ദേഹം? വലിയ കുത്തുബാണ്, വലിയ വലിയാണ്, വലിയ പണ്ഡിതൻ ആണ്. എത്രത്തോളം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫയെ കണ്ടിട്ടില്ലല്ലോ. ഇമാം അബൂ ഹനീഫ മരണപ്പെട്ട അന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. എന്നിട്ട് പോലും ഇമാം അബൂ ഹനീഫ തങ്ങളെ സംബന്ധിച്ച് പഠിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലായിരുന്ന കാലത്ത്, ഇറാഖിലായിരുന്ന കാലത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമായിരുന്നു. ശാഫിഈ ഇമാം പറയുന്നു, എനിക്ക് വളരെ വിഷമമുള്ള വല്ല സംഭവങ്ങളും ഉണ്ടായാൽ ആ സമയത്തും ഞാൻ പ്രത്യേകിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ഇമാം അബൂ ഹനീഫയുടെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് നടത്തി ദുആ ചെയ്താൽ എന്റെ ആവശ്യം വീടാതെ ഞാൻ മടങ്ങിയിട്ടില്ല. ആരാണ് പറയുന്നത്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ,
ഇൽമു കൊണ്ട് ലോകം മുഴുവനും നിറക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നേരത്തെ സൂചിപ്പിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് ഈ കേട്ടത്. അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇന്നും നിങ്ങൾക്കറിയുമോ മുതഅല്ലിമുകളെ, കിതാബ് സുന്ന എന്ന പേരിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫ ഇസ്ലാമിന്റെ എതിര് പ്രവർത്തിച്ച ആളാണെന്നും വിശ്വാസം പിഴച്ചുപോയ ആളാണെന്നും രേഖപ്പെടുത്തിക്കൊണ്ട് പല ആളുകളിൽ നിന്നും കള്ളത്തരത്തിലുള്ള ഉദ്ധരണികൾ ഉണ്ടാക്കി സുഫിയാൻ സൗരി പറഞ്ഞു, അതുപോലെ പല ഹനാഫി പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. ഇത് വന്നിട്ട് 100-ലധികം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കള്ളത്തരത്തിലുണ്ടാക്കി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ച ആളാണെന്ന് പറയാൻ ഇവിടെ ശത്രുക്കൾ മടിച്ചിട്ടില്ല കേട്ടോ. ഇമാം അബുൽ ഹസൻ അശ്അരി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായ അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ കിതാബുൽ ഇബാന ഫി ഉസൂലിദ് ദിയാന എന്ന കിതാബ് മാറ്റിമറിച്ചുകൊണ്ട് പുതുതായി അച്ചടിക്കുകയും ആ അച്ചടിച്ചതിൽ ഇമാം അബൂ ഹനീഫ തങ്ങൾ മുശ്രിക്കാണ്, ഇസ്ലാമിന്റെ പുറത്തുള്ള ആളാണ് എന്ന് ഏതോ ഒരു വ്യക്തി ഉദ്ധരിച്ച വാചകം എടുക്കുകയും അതിനെ സംബന്ധിച്ച് ഇമാം അശ്അരി പറഞ്ഞ വാക്ക് കട്ടുകളയുകയും ചെയ്തിട്ടുള്ള അനുഭവം ഇവിടെയുണ്ട്. പക്ഷേ യഥാർത്ഥ കിതാബ് രംഗത്ത് വന്നപ്പോൾ, യഥാർത്ഥ കിതാബ് കാണാൻ കഴിഞ്ഞപ്പോൾ അതിൽ നമുക്ക് കാണാം, ഹാസൽ ഇമാം അബൂ ഹനീഫ ഫഇന്നഹു മിൻ അക്ബരി അയിമ്മത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഇമാം അബൂ ഹനീഫ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകളിൽ ഏറ്റവും വലിയ ഇമാമുകളിൽപ്പെട്ട ആളാണ് എന്ന് ഇമാം അശ്അരി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ഈ പറഞ്ഞത് കളവാണെന്ന് മഹാനവർകൾ പറയുന്നു. പക്ഷേ ഈ വാചകം കട്ടുകൊണ്ട് ഇന്നും ഇവിടെ ഗ്രന്ഥങ്ങൾ രചിച്ച് അച്ചടിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫയെ സംബന്ധിച്ച് തന്നെ ഒരു ദിവസം രാത്രി മഹാനവർകൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഈ പണ്ഡിതൻ എല്ലാ ദിവസവും എന്നെ വ്യഭിചരിപ്പിക്കാൻ വരുന്ന ആളാണ് എന്ന്. അങ്ങനെ തുടങ്ങി ഇവിടെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെ സംബന്ധിച്ച് എല്ലാ വിധത്തിലും ആരോപണങ്ങളും കള്ളത്തരങ്ങളും പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, നാം ഒറ്റക്കെട്ടായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വളരെയധികം ശക്തമായി തന്നെ നിലനിൽക്കുകയും ഇത്തരം കോപ്പിരാട്ടുകളിൽ അകപ്പെട്ടു പോകാതിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയട്ടെ. രണ്ടാമതായി ഇവിടുത്തെ സലഫികളോട്, സലഫി ചിന്തക്കാരോട് പറയുന്നു, സലഫികൾ എത്രയോ കൊല്ലമായി അവരെ പ്രവർത്തനം ആരംഭിച്ചിട്ട്, അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കൊല്ലങ്ങൾ വളരെയധികമായി. ഇല്ലേ, ഏകദേശം 100 കൊല്ലത്തിന്റെ അടുത്ത് സലഫിസം ആരംഭിച്ചിട്ട് കാലമായി നമ്മുടെ കേരളത്തിൽ തന്നെ. എന്നാൽ അവർക്ക് പേരൂന്നാൻ കഴിഞ്ഞിട്ടില്ല. കാരണം
അസ്സലാമലൈക്കും. ലൈവ് കൊടുത്തിരുന്ന ആള് കേൾക്കുന്നുണ്ടെന്നറിയില്ല. മൈക്ക് പോയിട്ട് മൈക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ 2 ദിവസത്തെ ക്യാമ്പിൽ അങ്ങോട്ട് കഴിഞ്ഞോ? ബാങ്ക് കഴിഞ്ഞോ? ഞാൻ കേട്ടില്ല. നിങ്ങൾ ചിന്തിക്കാൻ പറയാ. ഇപ്പോ വളരെ ശക്തിയായി സുന്നത്ത് ജമാഅത്തിനെ പൊളിച്ചേ പറ്റൂ എന്ന് പറയുമ്പോ അതിന് പരസ്യമായി വന്നിട്ട് ഇവിടെ പ്രയോജനമില്ല എന്ന് കണ്ടപ്പോൾ മുനാഫിക്കിന്റെ പേരിൽ സുന്നിയുടെ പേരിൽ വരുന്ന ഈ ബിരുദധാരികൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തവർ, സജീവമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പിൽ പങ്കെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എത്ര ബിരുദധാരികൾ ഉണ്ടായിരുന്നു മൗലവി സാഹിബേ നിങ്ങളെ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയവർ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. സ്വകാര്യം ചോദിച്ചാൽ പറയും അത് ജമാഅത്തെ ഇസ്ലാമി എന്താന്ന് നോക്കാൻ പോയതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്താന്ന് നോക്കാൻ പോയതാണ്. സഹോദരന്മാർ ചിന്തിക്കണം. പങ്കെടുക്കണം. കഴിഞ്ഞല്ലോ. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കണം. അതുപോലെ വേറെ എത്ര സമ്മേളനത്തിലും യോഗങ്ങളിലും ഇവിടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ചേരുകയും അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു എന്ന് ബുദ്ധിയുള്ളവർ കാണുന്നുണ്ട്, ബുദ്ധിയുള്ളവർ പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് മറുപടി പറയാൻ എന്താ ചെയ്തെന്നറിയോ? ഹജ്ജിന് പോയപ്പോൾ ഞാൻ മിനയിൽ ഇരിക്കുന്നു. മിനയിൽ എനിക്ക് മിനായിൽ മുത്തവീഫ് ഒരു റൂം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ റൂമിലൊരു കട്ടിലുണ്ട്. ആ കട്ടിലുമ്മൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോ കുറെ ആളുകൾ വന്നു. KMCCയുടെ വളണ്ടിയർമാരുടെ നേതൃത്വമാണ് ഞങ്ങളെല്ലാം. 1000ഓളം വളണ്ടിയർമാരെ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. KMCCയുടെ ആളുകളാണ്. ഞങ്ങൾ നിങ്ങളെ കണ്ട് പരിചയപ്പെടാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. അവിടുത്തെ സൗദി അറേബ്യയിലെ KMCCയുടെ നേതാവ് പ്രസിഡന്റ് ഉണ്ട് എന്ന് പിന്നീട് ഞാൻ അറിയുന്നു. എനിക്ക് ആരെയും അറിയില്ല. പിന്നെ വേറൊരാൾ ചന്ദ്രികന്റെ ലേഖകനാണെന്ന് പറഞ്ഞു, വേറൊരാള് പറഞ്ഞു, കുറെ ആള് വന്ന് പോയി. ഇപ്പോ ഹജ്ജിന് പോയപ്പോ മിനായിൽ ഞാൻ ഇഹ്റാമിൽ ഇരിക്കുമ്പോൾ കുറെ KMCCന്റെ ആളുകളാണ്, വളണ്ടിയർമാരാണ്, ഞങ്ങള് നിങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ എന്നാൽ നിങ്ങൾ നിഷ്പക്ഷമായിട്ടേ പ്രവർത്തിക്കാവൂ കേട്ടോ. ഗ്രൂപ്പ് നോക്കിയോ കക്ഷി നോക്കിയോ ഭാഷ നോക്കിയോ നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. എല്ലാ ഭാഷക്കാർക്കും എല്ലാ നാട്ടുകാർക്കും നിങ്ങളുടെ സേവനം ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ അവരോട് ഉപദേശിക്കുകയും ചെയ്തു. അത് എഴുതിയെടുത്ത് അവർ പോയി. പിറ്റേന്ന് കണ്ടോ ഞങ്ങള് പുത്തൻ പ്രധാനക്കാരെ കൂടെ പോയി എന്ന് പറയുന്ന കാന്തപുരം സ്വീകരിച്ചത് കണ്ടില്ലേ? ഞാനറിയോ ഇത് പുത്തനോ പഴയതോ അല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇവര് വെറുതെ അങ്ങോട്ട് പറയാ പുത്തൻ പ്രധാനക്കാര്. അത് പുത്തൻ പ്രധാനൊന്നും അല്ല എന്നാണ് ഞാൻ കേട്ടെടുത്ത് അന്വേഷിച്ചോളത്തുള്ളത്. ഇനി ആ കൂട്ടത്തിൽ ഏതോ ഒരുത്തരുണ്ടായിരിക്കാം. അല്ലാഹു തആല ഓനും ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളെടുക്കൽ ഇങ്ങനെ വന്ന് നമ്മളെ പ്രവർത്തനമൊക്കെ കാണുമ്പോ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ വഴിയുണ്ട്. ഏതായിരുന്നാലും അവരുടെ അപ്പൊ അതിന് മറുപടിയാണ്. നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇങ്ങനെ നുഴഞ്ഞ് കയറിയിട്ട് ഇവിടെ ബിദ്അത്തിനെ സഹായിച്ചു കൊടുക്കുകയാണ്.
അതുകൊണ്ട് ഈ സലഫികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആഗോള അടിസ്ഥാനത്തിൽ സലഫിസം വളർത്താൻ ശ്രമിച്ചു, നടന്നില്ല. ഈജിപ്തിൽ നടന്നില്ല, അഫ്ഗാനിസ്ഥാനിൽ നടന്നില്ല, അതുപോലെ സുഡാനിൽ നടന്നില്ല. എവിടെയെല്ലാമാണ് സലഫിസം പ്രചരിപ്പിക്കാൻ അന്യനാടുകളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയത്, അവിടെ ഒന്നും നടന്നില്ല. എങ്ങനെയോ അറിയാതെ നിരപരാധികളായ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് അധികാരത്തിലേറിയ സലഫി അതാ ഈജിപ്തിൽ ഇന്ന് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു. അവിടെയും സലഫിയും ഇഖ്വാനും ബ്രദർഹുഡും എന്ന് പറയുന്ന ഈ പുത്തൻ ചിന്താഗതിക്കാരന്റെ ആ പിഴച്ച പ്രസ്ഥാനം വളർത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ നിങ്ങൾ ഛിന്ന ഭിന്നമായി പിരിഞ്ഞ് ഇനി ആര് കൂട്ടുകൂട്ടിയാലും സുന്നികളിൽ നിന്ന് കുറച്ചാളുകളെ അടർത്തിയെടുത്ത് ആ സുന്നികളെ എല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾ പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളതിനെ അനുവദിക്കുകയില്ല. ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ ഇവിടെ ഈ സലഫിസവും ഇവിടുത്തെ ഈ മൗദൂദിസവും ഇവിടുത്തെ തബ്ലീഗിസവും അതിന് ചൂട്ടുപിടിക്കുന്ന കുരങ്ങിന് ഏണി വെക്കുന്ന പ്രസ്ഥാനവും ഞങ്ങളതിനെ വളരാൻ അനുവദിക്കുകയില്ല. യാതൊരു സംശയവും അതിന് വേണ്ട. പിന്നെ ഞങ്ങൾക്കറിയാത്തത് ഒന്നുണ്ട്, നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നിങ്ങളങ്ങനെ പറയരുത്, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. പറയാൻ അറിയുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ അനുവദിക്കൂല, അവരെ പറയാൻ സമ്മതിക്കൂല. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുന്നൊക്കെ ആയത്തോതിയിട്ട് ചിലപ്പോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിക്കോടായില്ല. പക്ഷെ ഞങ്ങളങ്ങനെ ആ ഭാഗത്തല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഖ്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ. മനുഷ്യന്മാരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ അഹ്സനുഹും അഖ്ലാഖൻ, സൽസ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ചീത്ത പറയാത്തവരാണ്, തെറി പറയാത്തവരാണ്, കളവ് പറയാത്തവരാണ്, മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച തത്വം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചീത്ത പറയില്ല. ഇത് മാത്രമാണ് വ്യത്യാസം. നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ നല്ല പോലെ ഓർക്കണം, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ വന്ന് അത് വളരാൻ അതേത് കോലത്തിൽ വന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും, ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചില നേതൃത്വം, വലിയ നേതൃത്വമുണ്ട്. ഈ നേതൃത്വത്തോട് ഞാൻ ചോദിക്കുന്നു, എത്ര പേരെ നിങ്ങളുടെ അനുയായികൾ കൊന്നു? നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് മക്കളെ നിങ്ങൾ ജനങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞോ? അനുയായികളോട് പറഞ്ഞിട്ടുണ്ടോ നേതാക്കൾ? പറഞ്ഞതായി നമുക്കറിവില്ല. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയും മദ്രസയും അടിച്ച് പൊട്ടിച്ച് പൊളിച്ചു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എല്ലാ ജനാതിലും പൊളിച്ച്, വാതിൽ പൊളിച്ച്, കമ്പികൾ പൊട്ടിച്ചു, പള്ളിയുടെ അകത്ത് എല്ലാ ചണ്ടി ചവറുകളും വലിച്ചിട്ടു. ആര്? പരസ്യമായി ഈ പറയുന്ന ആളുകൾ. സഹോദരങ്ങളെ, എന്നിട്ട് ആ കക്ഷികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മളെ കൂട്ടരെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് ഈ കഴിഞ്ഞ 2-4 ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു പഴയ മദ്രസ അവര് തന്നെ പൊളിച്ചു. എന്നിട്ട് നമ്മളെ പ്രവർത്തകരുടെ പേരിൽ കേസ് കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇന്നു 3 പേരെ അതാ പിടിച്ചിരിക്കുന്നു. ആ മദ്രസ കത്തിച്ചത് ഞങ്ങളല്ല, അത് SK-ക്കാര് തന്നെയാണ് എന്ന് അതാ
കണ്ടുപിടിച്ചു. ഇപ്പോഴും ആ 2 പേര് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാണത്, പുറത്തു വന്നിട്ടില്ല. എന്നും അങ്ങനെ മൂടി വെക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ കുതന്ത്രം ഇവിടെ ഭരണാധികാരികളുണ്ട്, ശക്തികളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നും ഇവിടെ നടത്താൻ കഴിയില്ല. ഭരണാധികാരികൾ നിങ്ങളെ പോലത്തെ പൂർണ്ണ പൊട്ടന്മാരല്ല. അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണ് ഒരു മദ്രസ കത്തിക്കുക, എന്നിട്ട് നേരം കൊടുക്കുമ്പോ നമ്മളെ പേരിൽ കേസ് കൊടുക്കുക. പക്ഷെ പോലീസിനൊക്കെ അതിനൊക്കെ സംവിധാനമുണ്ട് മക്കളെ. ടെലിഫോൺ കൊണ്ട് കാര്യം പിടിക്കാൻ കഴിയുന്ന കാലമാണിത്. പോലീസ് ആ വിഷയത്തിൽ ഫോൺ ചെയ്ത പല ഫോണുകളും പരിശോധിച്ച് അവസാനം കണ്ടെത്തി. ഇന്നലെ രാത്രി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. നിങ്ങൾ ചിന്തിക്കുക, ഈ മാതിരി കള്ളത്തരങ്ങൾ നടത്തിയിട്ട് എന്താണ് ഇവിടെ കാര്യം? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് വളരെ ശക്തമായി നിൽക്കണം. പിന്നെ ഞങ്ങൾ എന്തു പറഞ്ഞത് എതിര് പറയാ എന്ന ഒരു നയം അതിന് ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ വിവാഹപ്രായ പരിധി ഞങ്ങൾ ഒരു സമവായം വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോ ശർഇൽ ഉള്ള മസ്അലക്ക് എന്തൊരു സമവായമാണ് എന്നാ ചോദ്യം. ഞങ്ങൾ മസ്അലയിൽ സമവായം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് വിവാഹത്തിന് ശർഇൽ അങ്ങനെ 18 എന്നോ 16 എന്നോ ഒരു പ്രത്യേകമായ വയസ്സ് ശർഇൽ നിർണയിച്ചിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് അത് 18 എന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അതിലൊരു ഭേദഗതി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കണ്ട ആളുകളൊക്കെ ആരൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് നിരീശ്വരവാദികൾ. ഇസ്ലാമിന്റെ പേരിലുള്ള കുറെ നിരീശ്വരവാദികളുണ്ട്. അവരെ ജോലി തന്നെ ഇതാണ്, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കടിച്ച് കീറി ഇസ്ലാമിനെ അവഹേളിക്കലാണ് അവരുടെ ജോലി. അത്തരക്കാർക്കും അതുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾക്കും കടിച്ചു കീറാനുള്ള ഒരവസരം വെച്ചു കൊടുക്കേണ്ടതില്ലായിരുന്നു. അതില്ലാത്ത വിധത്തിൽ നമുക്കൊരു രൂപം കണ്ട് അത് ഗവൺമെന്റിനോട് ഒന്നായിട്ട് പറയാമായിരുന്നു എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എന്നല്ലാതെ ഞങ്ങൾ അതിന്റെ ശരീഅത്ത് മാറ്റം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ മുശാവറ യോഗത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും വിവാഹപ്രായം അതിനൊരു പ്രത്യേക പരിധി വെക്കണമെന്നോ പ്രത്യേകമായ ഒരു തീയതി വെക്കണമെന്നോ അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് സമവായം വേണമെന്ന് പറഞ്ഞപ്പോ അത് ശർഇലുണ്ട് സമവായം. ശർഇലുള്ള സമവായമല്ല, ശർഇന്റെ നിയമം നടപ്പിൽ വരുത്തുന്നതിലുള്ള സമവായം. അതാണ് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി. ശർഇന്റെ മസ്അലയിൽ സമവായം ഉണ്ടാക്കലല്ല. ശർഇന്റെ മസ്അല ഓരോ കാലത്തും ഓരോ തലത്തും നടപ്പിൽ വരുത്താൻ അതിന് ചില വഴികളുണ്ട്. ആ വഴികൾ എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ച് സമവായം ഉണ്ടാക്കലാണ്. ഉദാഹരണത്തിന് നേരത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ഇവിടെ ചില ആളുകൾ വാദിച്ചപ്പോൾ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും ഒന്നായി ഇരുന്നു കൊണ്ട് ആ ഏക സിവിൽ കോഡിനെ എതിർക്കാൻ ഏത് വാചകമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് വാക്കാണ് നമ്മൾ പറയേണ്ടത്, എന്താണ് നമ്മൾ പ്രധാനമന്ത്രിയോട് പറയേണ്ടത്, എന്താണ് ലോകത്തോട് പറയേണ്ടത്, കോടതിയോട് എന്തു പറയണം എന്ന് തീരുമാനിച്ചിട്ടാണ്
ഇവിടെ പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും കോടതിയിലുമെല്ലാം നമ്മൾ മെമ്മോറാണ്ടവും കത്തുകളും കേസുകളും കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന വാദക്കാർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇത് ഞങ്ങളതിനെതിരാണ്, മറ്റവരെതിരാണ് എന്ന് വരുത്തി തീർത്താൽ പിന്നെ നിങ്ങൾ പറയുന്ന വാദത്തിന് ആരെങ്കിലും ഇവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവും. അതുകൂടി ഒന്ന് ചിന്തിക്കണ്ടേ. ഞങ്ങൾ പറയുന്ന ഈ വാദം സ്വീകരിക്കണമെങ്കിൽ, ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിന് ആലിമ്യങ്ങൾ കൂടെ ഉണ്ടെന്ന് വരണം. അതില്ലാന്ന് വന്നാൽ പിന്നെ ഞങ്ങളത് സ്വീകരിക്കൂല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? അതും ഇല്ലാതായിപ്പോയി. എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ എന്നുണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോരോ ഒച്ചപ്പാടുകൾ. അത് ഉണ്ടാകാതെ നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, തമൂദ് കമൗദിൽ ബഹരി, കടലിന്റെ തിരമാലകൾ മറിയുന്നതുപോലെ മറഞ്ഞു കളിക്കുന്ന ഫിത്നന്റെ വലിയ ഫിത്നയാണ് നമീമത്ത്. ഷഹർ മുബാറക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ബോംബെയിൽ പോയി നമ്മൾ നോക്കി, നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞപ്പോ പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല. അത് നേരെ മറിച്ചിട്ട് ഇങ്ങോട്ട് വെച്ച് മർക്കത്തിലേക്ക് ഞാൻ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല. എന്തൊരു നിഫാക്കാണ് പടച്ചവന്. ഇതൊക്കെ ഒരു വെളിച്ചത്ത് വരുന്ന ഒരു സമയമുണ്ട് എന്നെങ്കിലും ഇവർ പറയുമ്പോ എന്തേ മനസ്സിലാക്കാത്തതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ അത് പോയി പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അത് കത്തിച്ച് നോക്കണ്ട, ഞങ്ങൾക്ക് ചൂട് വെച്ച് നോക്കണ്ട, ഞങ്ങൾക്ക് മൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുമില്ല, ഞാനത് നോക്കിയിട്ടുമില്ല, ഞാനത് കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞത്, ബോംബെ പോയിട്ടില്ല എന്ന് പറഞ്ഞത്, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് മർക്കത്ത് പോയിട്ടില്ല അർത്ഥമാക്കി. ഇതല്ലേ നേരം കൊടുത്തു പോകുന്ന പൊട്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, سيكون في آخر الزمان دجالون كذابون يأتونكم بما لم تسمعوا أنتم ولا آباؤكم. നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരും കേൾക്കാത്ത പുതിയ പുതിയ വാദഗതികളുമായി വരുന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ വരും. അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, അവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. നമീമത്ത് പറയുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം, ഗീബത്ത് പറയുന്നവരെ സൂക്ഷിക്കണം, കള്ളത്തരം പറയുന്നവരെ സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട അഇമ്മത്ത് അർബഅത്തിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞവരാണ്, സഹാബത്തിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞവരാണ്, ഔലിയാക്കളുടെ പേരിൽ കള്ളത്തരം പറഞ്ഞവരാണ്. ഔലിയാക്കളുടെ പേരിൽ കള്ളത്തരം പറഞ്ഞവരാണ്. എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ മുതഅല്ലിമായി ബേലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ പഠിക്കുമ്പോ ഒരിക്കല് റബീഉൽ അവ്വലിൽ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ വഅദ് പറഞ്ഞു. ആ വഅദിനെ എണ്ണിക്കാൻ ഒരു മനുഷ്യൻ വന്നിട്ട് അയാൾ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു മനുഷ്യൻ കാമിലായി ശരിയായ മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ അവന് നിസ്കാരം വേണ്ട, അവന് നിസ്കാരം ഹറാമാണ് എന്ന് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ അസ്റാറിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ അസ്റാർ എന്നുള്ള കിതാബൊന്നും കണ്ടില്ല. ഞാൻ മുതഅല്ലിമാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുഹയ്യിദ്ദീൻ ശൈഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, പറഞ്ഞു തെളിയിച്ചാൽ നമുക്ക് അന്ന് ബെഡ്റോൾ ചെയ്യാമെന്ന് പറയാം. അസ്റാർ എടുത്തുകൊണ്ട് വന്നു കണ്ടു നോക്കുമെന്നാ അസ്റാറു സ്വലാത്ത്, സ്വലാത്തു ശരീഅത്ത്, സ്വലാത്തുൽ ഹഖീഖത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇമാം ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് റുകൂഉ, സുജൂദ്, ഖിയാം ഇങ്ങനെയുള്ള പ്രവർത്തനം അത്
ഹൃദയത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തവരും അള്ളാഹുവിനെ ചിന്തിക്കാത്തവരും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അതുകൊണ്ട് മതിയാക്കല്ല. നിങ്ങളെ കൈകൊണ്ടും കാലുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ നിങ്ങൾ കൽബ് കൊണ്ടും നിസ്കരിക്കണം. നിങ്ങളെ കൽബ് അള്ളാഹുവിലേക്ക് മാത്രം തിരിയണം. അള്ളാഹു തആലയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കണം. അപ്പോഴാണ് നിങ്ങളെ നിസ്കാരം കാമിലായ നിസ്കാരമാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തദ്ദീസുൽ അസ്റാറിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും വ്യക്തമായി നിസ്കാരത്തിന് റുകൂഉണ്ട്, സുജൂദുണ്ട്, ഇഅ്തിദാലുണ്ട്, ഖിയാമുണ്ട്, ഇരുത്തമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഭൗതികമായ മറ്റെന്തെങ്കിലും ചിന്തയോടുകൂടി നിസ്കരിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ قد أفلح المؤمنون الذين هم في صلاتهم خاشعون. നിസ്കാരത്തിന്റെ ഉള്ളിൽ ഖുശൂ ഉള്ളവരാണ് വിജയിച്ചവരെന്ന് അല്ലാഹു പറഞ്ഞ അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇവിടുത്തെ സലഫി സിദ്ധാന്തക്കാർക്ക് എന്ത് കളവും പറയാം. അത് ഏത് ചിന്താഗതിയായാലും ഏത് പേരിൽ വന്നാലും, അവസാനത്തെ 2 അക്ഷരത്തിൽ വന്നാലും 4 അക്ഷരത്തിൽ വന്നാലും ഏത് പേരിൽ വന്നാലും ഈ ബിദ്അത്തിന്റെ ചിന്താഗതിക്കാർക്ക് കളവ് പറയുന്നതിന് മടിയില്ല. ഗൗസുൽ ആലമിന്റെ പേരിൽ കളവ് പറഞ്ഞത് കേട്ടില്ലേ? എന്നല്ല, ഒരൊറ്റ വലിയും ലോകത്ത് വന്ന ഒരൊറ്റ വലിയും ഒരു കുത്തുബും നിസ്കാരം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിസ്കാരം ഉപേക്ഷിക്കാം എന്നും പറഞ്ഞിട്ടില്ല. നിസ്കരിച്ചുകൊള്ളണം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഖുതുബുൽ അഖ്താബ് തങ്ങൾ എത്ര റക്അത്താണ് നിസ്കരിച്ചതെന്ന് അവിടുത്തെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട വലിയ മഹാനാണല്ലോ മഹാനായ സി.എം. വലിയുല്ലാഹി ശൈഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു. മഹാനവറുകൾ ഒരു രാത്രിയിൽ 100 റക്അത്ത് വരെ നിസ്കരിച്ചതായി എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ രാവുകളിൽ അവര് നിസ്കരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. മാന്യ മുഅ്മിനുകളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കളും കുതുബുകളും ഒരിക്കലും നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അവരെ പേരിൽ നിസ്കാരം ഉപേക്ഷിച്ചു എന്ന് ആരോപണം പറഞ്ഞുകൊണ്ട് ഇവിടെ രംഗത്ത് വരുന്ന കള്ളത്തരീഖത്തുകാരും കള്ള ശൈഖന്മാരും അവരെയും നമ്മൾ സൂക്ഷിക്കണം. അതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ജനങ്ങളിടയിൽ വിലയില്ലാതെ ആക്കുന്ന പ്രവർത്തനമാണല്ലോ ഇവിടെ ഇന്ന് നടക്കുന്നത്. ഇവിടത്തെ അമുസ്ലിമായ സഹോദരൻ കേട്ടാൽ ആലിമീങ്ങൾക്ക് ഇത്രേ ബഹുമാനമുള്ളൂ. ആലിമീങ്ങളെ ചീത്ത പറയുന്നു, ആലിമീങ്ങളെ കളവ് പറയുന്നു, അവരെ പേരിൽ ആരോപണം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അന്യമതസ്ഥരിത മനസ്സിലാക്കുന്നു. മതപണ്ഡിതന്മാരുടെ ബഹുമാനം ഇത്രമാത്രമേ ഉള്ളൂ എന്നവർ പറയുന്നു. അതേസമയത്ത് ക്രിസ്ത്യാനികൾ നിങ്ങൾ നോക്കൂ, അവരെത്ര ഗ്രൂപ്പുണ്ട്, എത്ര കക്ഷിയുണ്ട്. അവർക്കെല്ലാവർക്കും വലിയ അച്ഛന്മാരും നേതാക്കന്മാരുമുണ്ട്. ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയുടെ നേതാക്കളെ പേരിൽ ആരോപണങ്ങളും കള്ളത്തരങ്ങളും പറയാറില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ ഒരു അവസ്ഥയില്ല. അതേ സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാരുടെ പേരിൽ, സയ്യിദന്മാരുടെ പേരിൽ, നേതാക്കളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനമധ്യത്തിലിറക്കുന്ന ഈ വിഭാഗം അങ്ങേയറ്റത്തെ കളവ് പറയുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ലോകത്ത് എന്ത് നടന്നാലും ഞാൻ തന്നെ അടുത്ത ദിവസം കേട്ട് അടുത്ത ദിവസം കേട്ട് അവിടെ കുറ്റിപ്പുറം കച്ചവടം, മറ്റേ ബാംഗ്ലൂർ കച്ചവടം, പാലക്കാട് കച്ചവടം, അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം കച്ചവടം നടക്കുന്നു.
ഞാൻ ഒരു കച്ചവടക്കാരന്റെ കൂടെയും ഇന്നുവരെ ഒരു ഉറുപ്പിക ഷെയർ കൊടുത്തിട്ടില്ല. അവരോട് ഒരു റിയൽ എസ്റ്റേറ്റുകാരനോടും നിങ്ങൾ അവന്റെ കൂടെ കൂടണമെന്ന് മറ്റൊരാളോട് പറഞ്ഞിട്ടില്ല. പിന്നാത്ത ഇത് ഈ കളവ് പറയുന്ന എന്റെ ശിക്ഷ എന്താണ്? ആഖിറത്തിൽ നിന്റെ ശിക്ഷ എന്താണ്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ ഈ കളവ് കേട്ട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങള് വഴിവെച്ചു പോയാൽ അതിന്റെ ശിക്ഷ എന്താണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, അത്തരം കളവ് പറയുമ്പോൾ ഇങ്ങനെ തൊള്ളയിൽ തുറന്നിട്ട് നിങ്ങൾ പോയി ഇന്ന് ചിരിച്ചു കൊടുക്കണ്ട, അങ്ങനെയുണ്ടാവും ഇങ്ങനെയുണ്ടാവും. ഞങ്ങൾക്കതൊന്നും ജോലിയല്ല. ഞങ്ങളുടെ ജോലി ഇൽമു പഠിപ്പിക്കലാണ്. ഞങ്ങളുടെ ജോലി സ്ഥാപനം ഉണ്ടാക്കലാണ്. ഈ പറയുന്നവര് ഇതാ മഅദനിലേക്ക് ഒന്ന് പോയി നോക്ക്. ഇവിടെ അടുത്താണല്ലോ മഅദനിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ എത്ര ചുരുങ്ങിയ കാലം കൊണ്ട് 10,000 മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ആ ഒരു സ്ഥാപനം ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ 10-1 ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ഈ പറയുന്നവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് കഴിയും. മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ നിന്ന് 50,000 വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലത്ത് പഠിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ മഅദനിൽ വെച്ച് പറഞ്ഞിരുന്നു. അത് എടുത്തിട്ട് പറയുന്നു പച്ചക്കളവ്. ഇതാ മറുപടി. ഈ പച്ചക്കളവ് പറയുന്നവൻ നിനക്ക് ഞാൻ രജിസ്റ്റർ കാണിച്ചു തരാം. യത്തീം ഖാനയിൽ ചേർത്തത് മുതൽക്ക് അവിടുത്തെ വിരുപോയവരുടെ പേരും പട്ടികയും അവിടെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഓരോ സ്ഥാപനത്തിലും പഠിച്ച വിദ്യാർത്ഥികളുടെ എണ്ണവും അക്കവും അവരുടെ പേരും നമ്പറും എല്ലാം അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് പേടായി പോയ 4 പേരും അവിടെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ഉന്നത സ്ഥാനത്തുനിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അല്ലാത്തവരുടെ എണ്ണം ഉണ്ടാവൂലേ? പിന്നെ എങ്ങനെ ഈ പച്ചക്കള്ളാകുന്നത്? മഴതല്ല് ഏകദേശം 100-150 കുട്ടികളുണ്ടാവുന്ന മേനിയാന്ന് പ്രസംഗിച്ചതാണ് നിങ്ങളെ. 100-150 കുട്ടികളുണ്ടാവും മഴതല്ല്. മർക്കസിൽ ഒരു 500 കുട്ടികൾ. അതങ്ങോട്ടും ഇങ്ങോട്ടും. നീ കണ്ണ് പച്ച പിടിച്ചിട്ട് നീ മരിച്ചു പോണ്ട. ഒരു ദിവസം സുബഹിക്കൊന്ന് വന്നു നോക്ക്. 5000-6000 കുട്ടികൾ ഒന്നായിട്ട് നിക്കരിക്കുന്നത് നീ ഒന്ന് വന്നു നോക്കൂ സഹോദര, എന്നിട്ട് പറയൂ. അതേ സമയത്ത് ഒരു LP മദ്രസ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഇവനാണ് ഈ പറഞ്ഞിട്ട് സാധുക്കളെ വഴിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ആവേശം തുള്ളുകയല്ല നമുക്ക് വേണ്ടത്. നാം അല്ലാഹുവിനെ ഭയപ്പെടണം. നാം ഒരു വാക്ക് പറയുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടണം. നാം നോക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടണം. നാം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്, എല്ലാ വാക്കുകളും കേൾക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ സർവ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ മുഅ്മിനീങ്ങളും നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും സംശയം വേണ്ട. ഇവിടെ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സലാത്ത് ചെല്ലുമ്പോൾ, ദിക്ർ ചെല്ലുമ്പോൾ, ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു എന്നതിൽ സംശയമില്ല. അല്ലാഹുവിന്റെ ഹബീബും അത് കാണുന്നുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഔലിയാക്കളും അത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ അല്ലാഹു തആലയും അവന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും കുതുബുകളും എല്ലാം നമ്മുടെ പ്രവർത്തനം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധുക്കളായ നമുക്ക് ഈ സഹായം ലഭിക്കുന്നത് കേട്ടോ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരായത്താണ്. അല്ലാഹുവിന് ആകാശങ്ങളിലും ഭൂമിയിലും സൈന്യങ്ങളുണ്ട്.
ആ സൈന്യങ്ങളാണ് സാധുക്കളായ നമ്മളെ കാക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് കേട്ടോ. ആ സഹായത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി പോയാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ കിട്ടാതെയായി പോകും. അപ്പോഴും അള്ളാഹുവിന്റെ സൈന്യങ്ങളുണ്ട് കേട്ടോ. കാരണം മൗത്തിന്റെ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണെന്നറിയുമോ? ലോകത്ത് വെച്ച് ഏറ്റവും വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം എഴുതിയ മഹാൻ, മുബത്തദീങ്ങളോട് ഗണ്ണിച്ച മഹാൻ, എത്രയോ വലിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഗുരുനാഥൻ. അങ്ങനത്തെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വഫാത്ത് അടുത്ത സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതാ അദ്ദേഹത്തിന്റെ അവസ്ഥ മാറുകയാണ്. കണ്ണ് ഉരുട്ടാൻ തുടങ്ങി, മുഖമെല്ലാം കറുത്ത്, കൈകൊണ്ടും കാലുകൊണ്ടും ഇങ്ങനെ അടിക്കുന്നത് പോലെ തോന്നുന്നു. അതാ മുരീദന്മാരും ശിഷ്യന്മാരുമെല്ലാം പേടിച്ചു പോയി. ഞങ്ങളെ ശൈഖിന് എന്ത് പറ്റി എന്ന് ചിന്തിച്ച് അവർ പേടിച്ചു പോയി. ആ സമയത്തതാ പെട്ടെന്ന് മഹാനവതികളുടെ അവസ്ഥ വീണ്ടും നന്നാവുകയാണ്. നേരത്തെ പറഞ്ഞതിനേക്കാൾ അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വളരെ പുഞ്ചിരിയോടുകൂടി മഹാനവതികൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മരണപ്പെട്ടതിന്റെ ശേഷം ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ അവിടത്തെ സ്വപ്നത്തിൽ കണ്ട് ചോദിക്കുന്നു, ഉസ്താദ്, അവിടത്തെ മൗത്തിന്റെ ഒരല്പം മുമ്പ് അവിടത്തേക്ക് എന്തായിരുന്നു സംഭവിച്ചത് എന്ന്. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഇബ്ലീസ് വന്നിട്ട് എന്റെ മുമ്പിൽ ശിർക്കിന്റെ തെളിവ് നിരത്തി. ഞാൻ തൗഹീദിന്റെ തെളിവുകളും നിരത്തി. അവനും ഞാനുമായി ഒരു യുദ്ധം തന്നെ നടന്നു. ആ ശൈത്താനുമായി യുദ്ധം ചെയ്യുന്നതാണ് നിങ്ങളാ കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ ഇറക്കി തന്നു. അവന്റെ മലായിക്കത്തിന്റെ മദദ് ഇട്ടു തന്നു. അങ്ങനെ അതാ ആ പിശാചിനെ ഞാൻ ആട്ടി ഓടിച്ചതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി ഉറക്കെ ചൊല്ലിക്കൊണ്ട് അതാ സുന്ദരമായ നിലക്ക് മരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും പറ്റിയില്ലെന്ന് വരാം, ഒന്നും കണ്ടില്ലെന്ന് വരാം. അവൻ അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഒന്നും പറ്റാത്തത്, ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് പറ്റാത്തത് എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അത് ചിലപ്പോ ദുന്യാവില് അള്ളാഹു അവനെ നീട്ടിയിടുകയാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് സൂൽ ഖാത്തിമത്ത് വന്നു പോകും കേട്ടോ. ആലിമീങ്ങളെ കുറ്റം പറയുക, ഔലിയാക്കളെ കുറ്റം പറയുക, സയ്യിദന്മാരെ കുറ്റം പറയുക. ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, ഈ ഇരിക്കുന്ന മഹാന്മാരായ സയ്യിദന്മാര് എല്ലാവരും സ്വീകരിക്കുന്ന താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി, അല്ലാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരൊറ്റ ദിവസം പോലും രാവിലെ ഖുർആൻ ഓതാത്ത ദിവസമില്ല കേട്ടോ. രാത്രി മുഴുവനും ഉറക്കൊഴിച്ചിട്ട് രാവിലെ തീവണ്ടിയിലോ കാറിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും സുബ്ഹി നിസ്കരിച്ച ഉടനെ ഖുർആൻ ഓതുകയും അതിനുശേഷം ദലായിലുൽ ഖൈറാത്ത് പൂർണ്ണമായി ചെല്ലുകയും അതിനുശേഷം അസ്മാഉൽ ബദർ ചെല്ലുകയും അതിനുശേഷം മറ്റ് അസ്മാഉൽ ഹുസ്ന ചെല്ലുകയും ഈ ദിക്റുകൾ ചൊല്ലി തീർത്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല. അങ്ങനെ ഔറാദുകൾ ചെല്ലുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ, ഒരുപാട് ആലിമീങ്ങൾക്ക് ദർസ് നടത്തിയ
നടത്തിയ മഹാനായ പണ്ഡിതൻ, ഒരു സയ്യിദ്. ആ മഹാനെ പോലും ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ഈമാൻ എവിടെ പോകുമെന്ന് ഭയപ്പെടണം. അതുകൊണ്ട് നിങ്ങളത് പോയി കേട്ടിരിക്കരുത്, നിങ്ങളത് ചിന്തിക്കരുത്. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അവരുടെ ശല്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അവരിൽ നിന്നെല്ലാം മുഅ്മിനീങ്ങളെ സലാമത്താക്കി തരുമാറാകട്ടെ. ഹക്കിലേക്ക് മടങ്ങാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മടങ്ങുന്നില്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മളെ സ്ഥാപനങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. സാഹിര്യങ്ങളെ സേറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹ്, സാഹിര്യങ്ങളെ ശല്യം വളരെ വലുതാണ്, ഞങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളതാണ്. പക്ഷേ നീ ഞങ്ങളെ കാക്കുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നു. ഇനിയും ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും പ്രിയക്കാരെയും രക്ഷപ്പെടുത്തണം റഹ്മാനേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാർക്കും പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകൾ, ഞങ്ങളെ ഉസ്താദുമാര്, സയ്യിദന്മാര്, നേതാക്കള്, അവർക്ക് മുഴുവനും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് അവറുകൾ, അവിടുത്തെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, എം അബ്ദുള്ള മുസ്ലിയാർ, സർസോല ഉസ്താദ്, എംബിറ്റാലി ഉസ്താദ്, വഹീദ്ദീൻ മുസ്ലിയാർ, ലത്തീഫ് മുസ്ലിയാർ തുടങ്ങി മർക്കസിൽ മുദരിസായിരുന്ന ഒരു പൊടിയാട്ട് ബാപ്പു മുസ്ലിയാർ തുടങ്ങി മർക്കസ് സഖാഫത്തി സുന്നിയയിൽ മുദരിസായി മരണപ്പെട്ടു പോയവരും, അതുപോലെ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും സജീവ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഹുസൈൻ ശിഹാബ് തങ്ങൾ അവർകളും, അതേ പ്രകാരം അവയത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹ്ദൽ തങ്ങൾ, സയ്യിദ് ഫളൽ ജമലുല്ലൈഹി തങ്ങൾ, സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ തുടങ്ങി ഞങ്ങളുടെ സയ്യിദന്മാരിൽ നിന്നും മരിച്ചു പോയവര്, അതുപോലെ ഞങ്ങളുടെ പ്രിയക്കാരിൽ നിന്ന് മരിച്ചു പോയവര്, സാധാരണക്കാരിൽ നിന്ന് മരിച്ചു പോയവര് എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഇൽമില്ലെങ്കിലും ആലിമീകൾ പറയുന്നത് കേട്ട്, സാധുക്കളായ ഞങ്ങൾ പറയുന്നത് കേട്ട് അത് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ രക്ഷ നൽകണം അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ലാഹ്. എല്ലാ സെക്കൻഡിലും നിന്റെ റഹ്മത്തിന്റെ നോട്ടം, നിന്റെ കാവലും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ ഇട്ടുതരണം റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. പഠിച്ചവരെ, ഇത്തരം എന്ത് കോപ്പിരാട്ടികൾ ഉണ്ടാകുമ്പോഴും പതറിപ്പോകാതെ നിന്റെ സുന്നത്തിന്റെ ഭാഗത്ത് മുറുകെ പിടിക്കാനുള്ള മല പോലത്തെ കരുത്ത്, മലക്കരുത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ, പുരുഷന്മാരുടെ മനസ്ഥൈര്യം പർവ്വതങ്ങളെപ്പോലും ധൂളിയാക്കുമെന്ന് പറഞ്ഞു നിലക്ക് ഇവിടെ ഏത് പർവ്വതങ്ങൾ വന്നാലും, ഏത് അപശബ്ദങ്ങൾ വന്നാലും, അക്രമികൾ വന്നാലും അതിൽ പതറിപ്പോകാതെ ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് മനക്കരുത്ത് ഏറ്റിത്തരണം റഹ്മാനേ, ഏറ്റിത്തരണം റഹ്മാനേ. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന من العناية ركنا غير منهدم ومن تكن برسول الله نصرته إن تلقه الأسد في أجامها تجمي.
നിങ്ങൾക്ക് മുറുകെ പിടിക്കാനുള്ള ഏറ്റവും വലിയ ആ പിടിവള്ളി, ആ തൂണ്, അഭയം, അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ പ്രിയം വെക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും അവിടുത്തെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ട് അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ ഏത് പുലികളും സിംഹങ്ങളും കരടികളും ചാടി വന്നാലും നിങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് ഇമാം ബൂസീരി പറഞ്ഞതുപോലെ അർഹമുർ-റഹീമായ അല്ലാഹുവിന്റെ ഹബീബിന്റെ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടുതരണം റഹ്മാനെ. ഹബീബിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ ആഫാറ്, അവിടുത്തെ ഷഅർ മുബാറക്ക് അത് ബഹുമാനിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ ചീത്ത കേൾക്കേണ്ടി വരുന്നത്. പടച്ചറബേ, ഞങ്ങൾക്കതിൽ വിഷമമില്ല. പക്ഷേ നല്ല ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നീ അത് നൽകണേ അല്ലാ. ഞങ്ങൾ ഒരു കളവും പറഞ്ഞിട്ടില്ല അല്ലാ. ഞങ്ങൾ ഒരു ചതിയും ചെയ്തിട്ടില്ല അല്ലാ. ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് ഒരു വാക്ക് പോലും ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലാ. ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ടില്ല അല്ലാ. ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ വെക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളതാണ്. അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തലക്കടത്തൂർ മൊയ്ത് മുസ്ലിയാർ, തലക്കടത്തൂർ മുതലിസ് ചെറുതൊന്നിലുള്ള മൊയ്ത് മുസ്ലിയാർ നമ്മൾ മഹിബാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കട്ടെ. ഒരു ഭാഗം കൊഴുതി പോയിട്ടുണ്ട്. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു ശിഫയാക്കട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞോളൂ. പടച്ചോ സ്വീകരിക്കും. ഔലിയാക്കളുണ്ട്, സയ്യിദന്മാരുണ്ട്, വലിയ മജ്‌ലിസാണ്. നിങ്ങൾക്ക് സംശയം വേണ്ട. നമ്മൾ ഗീബത്ത് പറയുന്ന മജ്‌ലിസല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കും. പടച്ചവനെ നീ ശിഫയായി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ സഹോദരന്മാര്, ഭാര്യ, മക്കള്, കുടുംബങ്ങള്, ഒരുപാട് ആളുകൾ ഞങ്ങള് രോഗികളായവരുണ്ട്. അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഇപ്പോ ഇവിടെ 2 വീടിന് കാശ് കൊടുത്തു. അത് ഗൾഫ് രാജ്യത്തെ പ്രവർത്തകരാണ്. അതുപോലെ ഗൾഫ് രാജ്യത്തുള്ള എല്ലാ പ്രവർത്തകരും, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ തുടങ്ങിയവ, അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ നാടുകളിലൊക്കെയുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നുണ്ട് അല്ലാ. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ഇപ്പൊ സൗദി അറേബ്യയിൽ നിതാഖാത്തിന്റെ പ്രശ്നം വീണ്ടും തലപൊക്കി. അതിന്റെ അവധി കഴിയാൻ പോകുമ്പോ ജനങ്ങൾ കരയുകയാണ്. പടച്ചതമ്പുരാന് അവിടെ നല്ലവരായ ആളുകൾക്ക് എല്ലാം നീ ഒരു തുറസുണ്ടാക്കി കൊടുക്കണേ അല്ലാ. ഇനിയും ഒരല്പം കൂടി അവരെ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താൻ ഒരവധി നീട്ടിക്കൊടുക്കാൻ അവിടുത്തെ ഭരണാധികാരികളുടെ കൽബ് നീ മയമാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ മയമാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ ദമാമിൽ വെച്ച് അബ്ദുൽ അസീസ് അമാനി താളിപ്പറമ്പിൽ ഒരു ചെറുപ്പക്കാരനാണ്. ദമാമിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ് നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നല്ല ചെറുപ്പക്കാരനും വായുവുമെല്ലാമായിരുന്നു. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ ഒക്കെ കാക്കണേ അല്ലാഹ്. രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളെ യാത്രയിലും ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും എല്ലാം നീ ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാ. സഹായം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ മകനും പൊന്മള ഉസ്താദിന്റെ പുതിയാപ്പിളയുമായ അബ്ദുറഹ്മാൻ ഒരല്പം അസുഖമുണ്ട്. ഒരുപാട് സുഖം കിട്ടിയിട്ടുണ്ട്. ദ്വാരന്നിട്ട് പടച്ചോനെ നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. നല്ല ശിഫ കൊടുക്കണേ അല്ലാ. ഒരു സെക്കൻഡ് കൊണ്ട് ശിഫയാക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ.
ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെ മുഴുവനും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ബിജാഹി സയ്യിദിൽ മുർസലീൻ ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.